വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 14th ഡിസംബർ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 16th ഡിസംബർ മുതൽ 20th ഡിസംബർ വരെയുള്ള വീക്കാണ്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റിൻ്റെ ഒരു കൺസോളിഡേഷനാണ് കണ്ടത്. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്തതെന്നുണ്ടെങ്കിലും ഫ്രൈഡേയിൽ മാർക്കറ്റ് വളരെ ഹെവി ആയിട്ടുള്ളൊരു കറക്ഷനോടുകൂടിയാണ് ഓപ്പൺ ചെയ്തതെന്നുണ്ടെങ്കിലും ക്ലോസ് ചെയ്തത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ടെറിട്ടറിയിലാണ്. എന്തായാലും നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ 90 പോയിൻറ്റ്സിൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിൽ നമുക്ക് കാണാം 90 പോയിൻറ്റ്സ് ആണ് കഴിഞ്ഞ വീക്കിൽ ഗെയിൻ. അതിന് തൊട്ട് മുമ്പുള്ള വീക്കിൽ വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഗെയിന് ശേഷം വീണ്ടും മാർക്കറ്റ് വീണ്ടും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഗെയിനോട് കൂടി കഴിഞ്ഞ വീക്കിൽ 24,768 എന്നുള്ള ഒരു ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ കഴിഞ്ഞ് അവിടെ ഒരു റീബൗണ്ടാണ് നടക്കുന്നത് എന്നുള്ളതും മാക്സിമം പോയാൽ ഒരു 23,189 എന്നുള്ളൊരു ലെവൽ വരെ കറക്ഷൻ കണ്ടിന്യൂ ചെയ്യുള്ളൂ എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ ആ ലെവൽ ടച്ച് ചെയ്തില്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് വരും ദിവസങ്ങളിലും കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മാസത്തിലെ ഡിസംബർ മന്തിൻ്റെ ലാസ്റ്റ് വീക്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് കലണ്ടർ ഇയറാണ്. അപ്പോൾ ഡിസംബറിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ 15th കൂടി അവരുടെ ഒരു ഫ്രഷ് ഓപ്പറേഷൻസൊക്കെ അവർ നിർത്തിവെക്കും. കാരണം പലപ്പോഴും അവരുടെ എംപ്ലോയീസിൻ്റെയൊക്കെ ബോണസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഇയറിലെ പ്രോഫിറ്റിനോടനുബന്ധിച്ചായതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അവർ ഫ്രഷായിട്ടുള്ള ബൈയിങ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത 2 ആഴ്ചയിൽ മാർക്കറ്റ് എന്തായാലും ഒരു കറക്ഷൻ ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിലൊക്കെ തന്നെയുള്ള ഒരു കണ്ടിന്യൂഷനാണ്, ഒരു കൺസോളിഡേഷനാണ് നമ്മളിനി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ സെൻസെക്സും ഒരു പോസിറ്റീവായിട്ടുള്ള ക്ലോസിങ് തന്നെയാണ് നമ്മൾ കണ്ടത്. 424 പോയിൻറ്റ്സ് സെൻസെക്സ് ഉയർന്ന് 82,133 സെൻസെക്സ് ക്ലോസ് ചെയ്തതെന്ന് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ് കാണുന്നത്. നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ 286 പോയിൻറ്റ്സ് ഉയർന്ന് 58,991 എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നാണ് മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് കഴിഞ്ഞ വീക്കിൽ 19,407 എന്നുള്ള ഒരു പോയിന്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് കഴിഞ്ഞ വീക്കിൽ 84 പോയിൻറ്റ്സ് ഡൗൺ ആയിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ ചാർട്ടിൽ വലിയൊരു റാലി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് കഴിഞ്ഞൊരു കറക്ഷൻ ശേഷം നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വീക്കിൽ 19,716 എന്നുള്ളൊരു പുതിയ ഉയരം കൂടെ നമുക്ക് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു കറക്ഷന് ശേഷം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലെ സ്റ്റോക്കുകൾ ഒരു 7,70,000 ക്രോസിൻ്റെ അഡീഷൻ ആണ് ഈ മാർക്കറ്റ് ക്യാപ്പിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വലിയൊരു റാലി തന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകളിൽ കഴിഞ്ഞ കറക്ഷന് ശേഷം നടന്നിരിക്കുന്നത് നമുക്ക് കാണാം. പുതിയൊരു ഉയരവും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നമ്മൾ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. നിഫ്റ്റിയും സെൻസെക്സും എല്ലാം ലെഫ്റ്റ് ടൈം ഹൈയിൽ നിന്നും ഇപ്പോഴും ഒരു 6% താഴെയാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് പുതിയൊരു ഉയരം കുറിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ വീണ്ടും മാർക്കറ്റിൽ പുതിയ ബൈയിങ് നടക്കുന്നു എന്നുള്ളതും അതും വളരെ നല്ല പൊട്ടൻഷ്യലുള്ള സ്മോൾ ക്യാപ്പുകളിലാണ് കൂടുതൽ ബൈയിങ് നടക്കുന്നു എന്നുള്ളതും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം കഴിഞ്ഞ ഒക്ടോബർ മന്തിലൊക്കെയുള്ള മാർക്കറ്റിൻ്റെ കറക്ഷനോട് അനുബന്ധിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നത് മാർക്കറ്റിൻ്റെ ഈ ഒരു കറക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് റിക്കവറി വരും എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പല ഇൻവെസ്റ്റേഴ്സിനും വളരെ നല്ല കോൺഫിഡൻസ് നൽകിയിരുന്നു എന്നുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനുവരി മന്തിൽ മുതൽ മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ മാർക്കറ്റ് നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മൾ എല്ലാ വീക്കിലും ഈ മാർക്കറ്റിൻ്റെ ഒരു പുൾ ബാക്കിൽ കുറേയധികം ഹൈ വാല്യൂ സ്റ്റോക്കുകൾ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതും അതിൽ ചില സ്റ്റോക്കുകൾ ഒരു കറക്ഷന് ശേഷം വീണ്ടും
റിവേഴ്സ് ചെയ്യുന്ന സ്റ്റോക്കുകളുണ്ട്. അങ്ങനെ ഒരു 20%-ലധികം മുകളിലേക്ക് മൂവ് ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുപോലെയുള്ള 4-5 സ്റ്റോക്കുകൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തെ ഒരു സ്റ്റോക്കാണ് ക്രിസിൽ എന്നുള്ള സ്റ്റോക്ക്. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ഒരു 5.27% ഉയർന്നാണ് ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 5817 ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്റ്റോക്ക് വളരെ പൊട്ടൻഷ്യലുള്ളൊരു സ്റ്റോക്കാണ്. ഒരു പുതിയ ഉയരവും കുറിച്ചാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. എന്തായാലും ഈ സ്റ്റോക്കും ഒരു അപ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് JBM ഓട്ടോ എന്നുള്ള ഓട്ടോ പാർട്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് എന്നുള്ള ഇൻഡസ്ട്രി സെക്ടറിൽ നിന്നുള്ള JBM ഓട്ടോ വളരെ നല്ലൊരു കറക്ഷന് ശേഷം 2000 ലെവലിൽ നിന്നൊക്കെ ഒരു കറക്ഷന് ശേഷം 1763 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്റ്റോക്ക് വളരെ നല്ലൊരു കറക്ഷന് ശേഷമുള്ളൊരു റീബൗണ്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിലൊരു റീബൗണ്ട് ഇനിയും ഈ റീബൗണ്ടിൻ്റെ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് നമ്മൾ പലപ്പോഴും വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്ന സ്റ്റോക്കാണ് ഇലക്ട്ര ഗ്രീൻ ടെക് എന്നുള്ള സ്റ്റോക്ക്. സ്റ്റോക്ക് ഒരു 500 ലെവലിലൊക്കെ നമ്മുടെ സ്വിംഗ് ഡെലിവറിയിലൊക്കെ റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നൊരു സ്റ്റോക്കാണ്. എന്തായാലും ഈ സ്റ്റോക്കും ഒരു വളരെ നല്ലൊരു കറക്ഷന് ശേഷം ഒരു റീബൗണ്ട് ഒരു മൂഡിലാണ്. 1587 ഇലക്ട്ര ഗ്രീൻ ടെക് എന്നുള്ള കൊമേഴ്സ്യൽ വെഹിക്കിൾ സെക്ടറിലുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കും വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളൊരു സ്റ്റോക്കാണ്. അതുപോലെ ഡാനിഷ് പവർ ലിമിറ്റഡ് എന്നുള്ള ഹെവി ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഇൻഡസ്ട്രിയിലുള്ള ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ഫ്രൈഡേയിൽ ഒരു 13.7% ഉയർന്നൊരു 1181 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡാനിഷ് പവറും വളരെ നല്ല രീതിയിൽ വരും ദിവസങ്ങളിൽ പെർഫോം ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളൊരു സ്റ്റോക്കാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കും നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞങ്ങളുടെ ഈ ചാനലിലൂടെ നമ്മൾ കുറേയധികം മോർ ദാൻ 7 years നമ്മൾ ഈ ചാനലിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് അല്ലെങ്കിൽ സ്പെക്കുലേഷനിൽ നിന്നും റീറ്റെയിൽ ക്ലയൻസ് മാറി നിൽക്കുകയും അതേസമയം മാർക്കറ്റിൻ്റെ ഹ്യൂജ് പൊട്ടൻഷ്യലിനെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ക്യാപിറ്റൽ വളരെ കുറവുള്ളൂ എന്നുണ്ടെങ്കിലും അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യേണ്ടതെന്നുള്ളതും അതിലൊരു കൃത്യമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഏത് സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനെ കുറിച്ച് വലിയ നോളേജ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ കൃത്യമായിട്ടുള്ള ഒരു പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മാർക്കറ്റിലുണ്ടാകുന്ന വലിയ നെഗറ്റീവ് ന്യൂസുകളെയൊക്കെ ഫോളോ ചെയ്യാതെ കൃത്യമായിട്ട് ഒരു പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള കാര്യം നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ യൂട്യൂബിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. എല്ലാ വീക്കിലും ഒരു മോർ ദാൻ ഒരു 8 to 10 hours നമ്മൾ ഈ കാര്യം എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുറേയധികം പേര് വളരെ നല്ല രീതിയിൽ അവർ ഉപയോഗിക്കുകയും അതിനുശേഷം വളരെ നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടുമ്പോൾ വളരെ നല്ല സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിൽ എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്കാണ്, നമുക്കിതൊന്ന് നോക്കാം. ഡിയർ സജീഷ് സാർ, I would like to express my sincere gratitude to you, your family and the entire AAA team for your exceptional guidance and support. In November 2020, during the COVID-19 pandemic, I started learning about the stock market through YouTube. Like many others, I began trading, but unfortunately, I faced substantial losses with my initial investments of 25,000 rupees. I felt discouraged and thought that it might be difficult for ordinary people like me to make significant gains in the stock market. With nearly 70% of my capital depleted, I was at a crossroads. Then I stumbled upon your videos on YouTube, which provided me with a new perspective. I contacted Arun sir and enrolled with Swing Delivery Package, a decision that would change my life forever. The profits from Swing Packs enabled me to rebuild my capital. Subsequently, I progressed to the Diamond Pick strategy, which truly propelled my wealth creation journey. Today, my investments have grown to over 50 lakhs.
I am deeply indebted to the Triplet team and you for your invaluable mentorship and support. Your expertise has been instrumental in my financial success. My goal for 2026 is to achieve a net worth of 1 crore. Thank you once again. ഇദ്ദേഹം ഈ മെസ്സേജ് അയച്ചതോടൊപ്പം തന്നെ ഒരു വോയിസ് മെസ്സേജ് കൂടെ അയക്കുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അതിൻ്റെ കൂടെ ചേർക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ മാത്രമല്ല, പിന്നെ സാറിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലി, നമ്മളെ ഫ്രണ്ട്സ്, ഇവിടുത്തെ കൊലീഗ്സ്, പാർട്ട്നേഴ്സ് എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പം അവരെല്ലാം സാറിൻ്റെ ഒരു ബിഗ് ഫാനാണ്. എല്ലാ ആഴ്ചയും അവർ സാറിൻ്റെ വീഡിയോസ് കാണുകയും അതിനെപ്പറ്റി പഠിക്കുകയും ഇപ്പം ഷെയർ മാർക്കറ്റിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്ന നമ്മളൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അതിനൊക്കെ കാരണം സാറിൻ്റെ വീഡിയോസും സാറിൻ്റെ ട്രിപ്പിൾ എ ടീമുമാണ്. അപ്പം നമ്മൾ വളരുമ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മളെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നമ്മളെ കോളീഗ്സ് എല്ലാവരും വളരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഭാവിയിൽ അവരൊക്കെ സാറിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷനൊക്കെ തീർച്ചയായിട്ടും അവരൊക്കെ എടുക്കും. അവരൊക്കെ ഇപ്പോൾ എല്ലാം പഠിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ, വീഡിയോസ് ഒക്കെ കാണുന്നതേ ഉള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. ഇദ്ദേഹം ഒരു NRI ആയിട്ടുള്ള ക്ലയൻ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ തുടങ്ങിയതിന് ശേഷം എസ്പെഷ്യലി കൂടുതൽ പേര് ഈ കോവിഡിൻ്റെ ആ പീരീഡ് മുതലാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി അതിലേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഈ വീഡിയോ ആദ്യം തുടങ്ങുമ്പോൾ മുതൽ ഇൻവെസ്റ്റ്മെൻറ്റിന് മാത്രമാണ് കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്പെക്കുലേഷനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോ കവർ ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ മാർക്കറ്റിലേക്ക് വരുന്നവർ ഇനീഷ്യലി ആയിട്ടുള്ള ഒരുപക്ഷെ എന്താണ് നമ്മൾ ഈ സ്പെക്കുലേഷനെ കുറിച്ച് അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കാത്തത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. ഞാൻ മോർ ദാൻ 10 yearsോളം ബ്രോക്കിംഗ് ഫീൽഡിൽ റിസർച്ചിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലരുടെയും എക്സ്പീരിയൻസ്, അതായത് 10,000-കണക്കിന് പേരുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ എക്സ്പീരിയൻസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഈ സ്പെക്കുലേറ്റ് ചെയ്ത് ഹ്യൂജ് വെൽത്ത് നശിപ്പിക്കുന്നവരാണ് അധികവും മലയാളികൾ എന്നുള്ളത് നമുക്കറിയാൻ, ഞാനത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പീരീഡിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയധികം പേരുടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, നമ്മൾ സ്പെക്കുലേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനെ കുറിച്ചൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യം തന്നെ ഇല്ല. അതേസമയം നമ്മുടെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെറിയ എമൗണ്ട് ആണെങ്കിലും ഇനീഷ്യലി അത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ തിരിച്ചു വിടുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു 25 years അല്ലെങ്കിൽ 30 years നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ആ ഏജിലാണ് നമുക്ക് ട്രേഡിങ്ങിനോട് അല്ലെങ്കിൽ സ്പെക്കുലേഷനോടൊക്കെ കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ 5-10 ലക്ഷം രൂപയൊക്കെ നമ്മൾ ട്രേഡ് ചെയ്ത് നശിപ്പിക്കാതിരുന്നാൽ അത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളൊരു 40 അല്ലെങ്കിൽ 45 yearsലേക്കൊക്കെ വരുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഈ ക്ലയൻറ്റ് പറഞ്ഞതുപോലെ അതൊരു 50 lakhs അല്ലെങ്കിൽ ഒരു 1 crore വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇത് നമുക്കൊരു 5 crores കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ മിസ്റ്റേക്ക്, ട്രേഡിങ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ എന്നുള്ള ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്ത് നമ്മുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ ഒട്ടും തന്നെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യങ്സ്റ്റേഴ്സിനോട് എസ്പെഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് പലരുടെയും ഒരു എക്സ്ക്യൂസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അറിയേണ്ട ഒരു ആവശ്യമില്ല. ഏത് സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതെന്നുള്ളത് അറിയണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അതിനാണ് ഇപ്പോൾ ഈ റിസർച്ച് അനലിസ്റ്റ് എന്നുള്ള സർവീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള
കുറച്ച് എക്സ്പീരിയൻസ് നല്ല രീതിയിലുള്ളൊരു സർവീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതെന്നുള്ള അത് അതിലൊരു കൺഫ്യൂഷനും ഇല്ലാതെ കൃത്യമായിട്ടുള്ള അഡ്വൈസുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അത് ലഭിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് വാച്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് മാർക്കറ്റിൽ നിങ്ങൾ ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യമാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യാനുള്ളൂ. അതോടൊപ്പം തന്നെ വേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മാർക്കറ്റിൻ്റെ കറക്ഷൻ സമയങ്ങളിൽ, അല്ലെങ്കിൽ എല്ലാവരുടെയും നെഗറ്റീവ് ന്യൂസുകളുള്ള സമയത്ത്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഇറാനും ഇസ്രായേലുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടായപ്പോഴും, അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ് ഈവനൊരു എലക്ഷൻ, ഇന്ത്യയിലൊരു എലക്ഷൻ, ഇപ്പോൾ മുംബൈയിലൊരു എലക്ഷൻ നടക്കുമ്പോഴൊക്കെ കുറേ അധികം നെഗറ്റീവ് ന്യൂസുകൾ വരുമ്പോൾ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല സ്റ്റോക്കുകളാണെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെൽത്ത് ക്രിയേഷൻ എന്നുള്ള പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി അതവിടെ നടന്നുകൊണ്ടിരിക്കും. അതിനെല്ലാം റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ നമ്മളവിടെ സ്റ്റോക്കുകൾ വിൽക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടായിരിക്കും, എക്സിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ഈ വെൽത്ത് ക്രിയേഷൻ എന്നുള്ള പ്രോസസ്സ് ഒരു പക്ഷേ അവിടെ ഡിസ്റ്റർബ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ശരിയായിട്ടുള്ള രീതിയിലൊരു മെൻറ്റർഷിപ്പ് ആവശ്യമാണ്. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ, നമ്മുടെ വീക്കിലി വീഡിയോയിലൂടെ എല്ലാ ആഴ്ചയിലും നമ്മളെല്ലാ സാറ്റർഡേയും ഇങ്ങനെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഞങ്ങളുടെ ക്ലയൻസിന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല, നമ്മുടെ മലയാളികളായ എല്ലാവരും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോസിലൂടെ നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷനെ കുറിച്ച് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. അത് ഒത്തിരി പേരെ സഹായിക്കാറുണ്ട്. ആ ഒരു വീഡിയോ നമുക്കിപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലയൻസ് ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ ക്ലയൻസ് എന്ന് പറയുന്നത് US-ലും UK-ലും യൂറോപ്പിലെല്ലാ കൺട്രീസിലും ഉണ്ട്, അതുപോലെ GCC-ലും ഉണ്ട് എല്ലാ കൺട്രീസിലും. അങ്ങനെ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ തന്നെ മലയാളികൾ വർക്ക് ചെയ്യുന്ന മലയാളികളാണ് നമ്മുടെ ക്ലയൻസ് അധികം പേരും എന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഇൻവെസ്റ്റേഴ്സായിട്ട് മാറിയിട്ടുണ്ട് വലിയൊരു ഗ്രൂപ്പ്. അതിൽ നിന്നുള്ള ഒരു യങ്സ്റ്ററുടെ ഒരു ഫീഡ്ബാക്കാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള ഫീഡ്ബാക്കുകൾ നമുക്ക് എപ്പോഴും ലഭിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നടത്തുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സ്, അതുപോലെ ഞങ്ങളുടെ സർവീസ് നമുക്കറിയാം, സിങ്ക് ഡെലിവറി എന്നുള്ളതൊരു എൻട്രി മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഷോർട്ട് ടൈം പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു പാക്കേജ് ആണെങ്കിൽ, മറ്റ് വെൽത്ത് ബിൽഡറും അതുപോലെ നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഡയമണ്ട് പിക്കും ഗോൾഡൻ പിക്കും പോലെയുള്ള പാക്കുകളിൽ കൂടെയൊക്കെ ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത പലരെയും നമ്മുടെ ഡീറ്റെയിൽസ് നമ്മളിതുപോലെ ഫീഡ്ബാക്കുകൾ നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് എല്ലാ സമയത്തും ഒരേപോലെ തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സ് ആവണമെന്നില്ല. ചില സമയങ്ങളിൽ മാർക്കറ്റിൻ്റെ കറക്ഷൻ പീരിയഡിലുണ്ടാവും, അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ പീരിയഡിലുണ്ടാവും. അപ്പോൾ മാർക്കറ്റിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ബുൾ മാർക്കറ്റ് നടക്കുന്ന ഒരു സമയത്ത് ഇവിടെ വന്ന് കുറച്ച് പ്രോഫിറ്റൊക്കെ നേടി കുറച്ചധികം സന്തോഷമൊക്കെ വന്നതിന് ശേഷം പിന്നീട് മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ സമയത്ത് മാർക്കറ്റിനെ കുറ്റം പറഞ്ഞ് എക്സിറ്റ് ചെയ്ത് പോകുന്ന പലരെയാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അത് അങ്ങനെയല്ല, മാർക്കറ്റിൻ്റെ ബുൾ പീരീഡിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ പീരീഡിലാണെങ്കിലും ഒക്കെ ഇവിടെ തന്നെ നിൽക്കുന്നവരാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടേക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ നമുക്ക് ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ് ഇല്ലാത്ത എമൗണ്ട് ആയിരിക്കണം അലോക്കേറ്റ് ചെയ്യേണ്ടത്. അത് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിലൊരു പക്ഷേ ചില സമയങ്ങളിൽ കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള പീരീഡുകളുണ്ട്. വീഡിയോസ് തന്നെ ചെയ്യാനായിട്ട് വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു പീരീഡായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിലൊക്കെ എന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ വരുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പീരീഡിലേക്ക് കിടക്കുകയാണ് ജനുവരി മന്തോടുകൂടി. അതുപോലെ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ സഹായിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഡയമണ്ട് പിക്സ് എന്നുള്ളത്. അപ്പോൾ ഡയമണ്ട് പിക്കിൻ്റെ ഒരു ബേസിക്കായിട്ടൊരു അതിന് പുറകിലുള്ള ഒരു കൃത്യമായിട്ട് ആ ഒരു പാക്ക് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു കാരണം, വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു 100% പ്രോഫിറ്റ് നേടാവുന്ന രീതിയിൽ കുറച്ച് കൂടുതൽ എമൗണ്ട്, ഒരു 5 lakhs to 10 lakhs ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അത് ഹോൾഡ് ചെയ്തൊരു ഡബിൾ ആകുമ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതൽ നമ്മുടെ ക്യാപിറ്റൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ഒരു 4-5 എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് ഡയമണ്ട് പിക്ക് 7 ആണ്. ഡയമണ്ട് പിക്ക് 7 HBL പവർ സിസ്റ്റംസ് എന്നുള്ള സ്റ്റോക്ക്
ഞങ്ങളൊരു 50 റുപ്പീസിനാണ് എൻ്റർ ചെയ്തിരുന്നത്. അത് ഒരു 675 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 1250% അതിൽ പ്രോഫിറ്റ് നമുക്ക് നേടാൻ സാധിച്ചതെന്നുണ്ടെങ്കിൽ LT ഫുഡ്സ് എന്നുള്ള അത് ദാവാത്ത് എന്നുള്ള ട്രേഡിംഗ് സിമ്പിളുള്ള ഈ സ്റ്റോക്ക് ഞങ്ങളൊരു 70 റുപ്പീസിന് എൻ്റർ ചെയ്ത ആ സ്റ്റോക്ക് ഒരു 428 റാലി ചെയ്തപ്പോൾ മോർ ദാൻ 500% പ്രോഫിറ്റ് ആയിരുന്നു അതിൽ നേടിയിരുന്നത്. അതുപോലെ ഡയമണ്ട് പിക് 10 സാസ്ലർ ഇലക്ട്രോണിക്സ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 175 എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു 1300 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ മോർ ദാൻ 1300%-ലധികം പ്രോഫിറ്റ് നേടാനായിട്ട് ഞങ്ങൾക്ക് ഈ സ്റ്റോക്കിൽ സാധിക്കുകയുണ്ടായി. അപ്പോൾ അതുപോലെ മറ്റൊരു സ്റ്റോക്കായിരുന്നു ടൈം ടെക്നോപ്ലാസ്റ്റ് എന്നുള്ള ഡയമണ്ട് പിക് 16. ഈ സ്റ്റോക്ക് ഞങ്ങൾ 80 റുപ്പീസിന് എൻ്റർ ചെയ്തതിന് ശേഷം ഒരു 480 ലെവലിലേക്കൊരു റാലി നടത്തുമ്പോൾ നിയർലി 500% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് ടൈം ടെക്നോപ്ലാസ്റ്റിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത്. അതുപോലെ ഡയമണ്ട് പിക് 12 സെൻടെക് ഞങ്ങൾ 185 എൻ്റർ ചെയ്തിരുന്നത്. അതിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു 1900 മുകളിലേക്ക് റാലി ചെയ്തപ്പോൾ ഒരു 933%-ഓളാണ് സ്റ്റോക്ക് മൂവ് ചെയ്തത്. ഇതുപോലെയുള്ള ഡയമണ്ട് പിക്കുകളാണ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വളരെ കോൺഫിഡൻസോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് കൂടി ഞങ്ങളുടെ ക്ലയൻസിന് നൽകാറുള്ളത്. അതിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു എഫേർട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൽ ഞങ്ങളുടെ ഒരു ഫീസും ഹയർ സൈഡിലാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. പക്ഷേ അതിൽ റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ നമ്മളൊരു 10 lakhs ആണ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു 100% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 10 lakhs-ഓളാണ് പ്രോഫിറ്റ് വരുന്നതിന്. അപ്പോൾ ആ ഒരു പാക്കിലുള്ള കോസ്റ്റ് ഒരു സിംഗിൾ റെക്കമെൻഡേഷൻ ഒരു 35,400-ഓളം ഇൻക്ലൂഡിങ് 5,400 GST കൂടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു റിട്ടേൺ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരുന്നു. പക്ഷേ നമ്മൾ എല്ലാവർക്കും ചിലർക്ക് ഇതിൽ എഫോർഡബിൾ ആവുന്നില്ല എന്ന് പറയാറുണ്ട് പലപ്പോഴും. പല ചെറിയ ക്ലയൻറ്റ് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് 2 lakhs അല്ലെങ്കിൽ 1 lakh ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളവർ അവർക്ക് ഒരു റെക്കമെൻഡേഷൻ എഫോർഡബിൾ ആകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഞങ്ങളൊരു ഈ ഡിസംബറിൽ ഞങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ഡയമണ്ട് പിക് 26-ന് ഞങ്ങളൊരു 15,400 റുപ്പീസിൻ്റെ ഒരു ഡിസ്കൗണ്ട് ഓഫർ ചെയ്തുകൊണ്ട് 20,000-നാണ് ഞങ്ങൾ ഈ ഡയമണ്ട് പിക് 26 ഞങ്ങൾ റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രീ ബുക്കിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞങ്ങളുടെ ഗോൾഡൻ പിക് 9-ഉം ഞങ്ങൾ റിലീസ് ചെയ്തിരുന്നത് നവംബർ ലാസ്റ്റ് വീക്കാണ്. അതും ഇപ്പോഴും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്ന റെക്കമെൻഡേഷൻസാണ്. അതുപോലെ ഞങ്ങൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിൽ ഞങ്ങൾ നിയർലി ഒരു 12-25% പ്രോഫിറ്റ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഷോർട്ട് ടൈം റെക്കമെൻഡേഷൻസാണ് സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത റെക്കമെൻഡേഷൻസിൻ്റെ ഒരു എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. GPIL എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ്. ഈ സ്റ്റോക്ക് ഞങ്ങളൊരു 205 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. 230-ൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് അതിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ മറ്റൊരു സ്റ്റോക്കായിരുന്നു ഡുമാക്സ് ടെക്സ്. ഈ സ്റ്റോക്ക് ഞങ്ങൾ 540-ലായിരുന്നു എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം 610-ലാണ് ഞങ്ങളതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഒരു 13% പ്രോഫിറ്റ് ഞങ്ങൾക്ക് ലുമാക്സ് ടെക്സിലും ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ ആസ് ഓട്ടോ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 435-ലായിരുന്നു എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം 495-ൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റ് ആസ് ഓട്ടോയിൽ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ട്. അതുപോലെ ജിനസ് പവർ എന്നുള്ള സ്റ്റോക്ക് 425-ൽ എൻ്റർ ചെയ്ത് ഞങ്ങൾ 480-ൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റ് ഞങ്ങൾ ആ സ്റ്റോക്കിൽ ബുക്ക് ചെയ്യുകയുണ്ടായി. അതുപോലെ മറ്റു സ്റ്റോക്കായിരുന്നു ബ്ലിസ് GVS എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് 132-ൽ എൻ്റർ ചെയ്തതിന് ശേഷം 165-ൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 25% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് അതിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഞങ്ങൾ 182-ൽ എൻ്റർ ചെയ്ത് 205-ൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ PGEL എന്നുള്ള സ്റ്റോക്ക് 620-ൽ എൻ്റർ ചെയ്തതിന് ശേഷം 775-ൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 25% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ ഞങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീക്കിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ITI ലിമിറ്റഡ് 26% ഉയർന്നാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തത്. അതുപോലെ ഡെലിവറി 17% ഉയർന്നും, വരോക്ക് എഞ്ചിനീയറിംഗ് 15% ഉയർന്നും, JWL എന്ന ജൂപ്പിറ്റർ വാഗൺ 14% ഉയർന്നും, ഗോദാവരി പവർ ആൻഡ് ഡിസ്പാച്ച് 13% ഉയർന്നും, ചലറ്റ് ഹോട്ടൽസ് 12% ഉയർന്നും, റെയ്മണ്ട് 11% ഉയർന്നും, സ്വാൻ എനർജി 11% ഉയർന്നും, BLS ഇൻ്റർനാഷണൽ 11% ഉയർന്നും,
ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി 10% ഉയർന്നും, ടിറ്റാഗ്രാഫ് റെയിൽ സിസ്റ്റംസ് 10% ഉയർന്നും, വേദാന്ത 9% ഉയർന്നും, സെഞ്ചുറി പ്ലൈബോർഡ്സ് 9% ഉയർന്നും, HBL പവർ സിസ്റ്റംസ് 9% ഉയർന്നും, നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ് 9% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. എന്തായാലും ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ളതുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്കുകളെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIS 226.6 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2879.9 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. അടുത്തായി നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 6th ഡിസംബറിന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 24,677 9th ഡിസംബറിന് 58 പോയിൻറ്റ്സ് താഴ്ന്ന് ക്ലോസ് ചെയ്ത നിഫ്റ്റി 10th ഡിസംബറിന് 8 പോയിൻറ്റ്സ് താഴ്ന്നും, 11th ഡിസംബറിന് 31 പോയിൻറ്റ്സ് ഉയർന്നും, 12th ഡിസംബറിന് 93 പോയിൻറ്റ്സ് താഴ്ന്നും ക്ലോസ് ചെയ്ത നിഫ്റ്റി അതിനുശേഷം 13th ഡിസംബറിന് 219 പോയിൻറ്റ്സ് ഉയർന്ന് 90 പോയിൻറ്റ്സിൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് കഴിഞ്ഞ വീക്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റി ഡിസംബർ മന്തിൽ 637 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. നിഫ്റ്റി വീക്ക്ലി ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ 200 DMA വരുന്നത് 23,782ലും, 20 DMA വരുന്നത് 24,213ലും, 50 DMA വരുന്നത് 24,412ലും, 100 DMA വരുന്നത് 24,709ലുമാണ്. അതുപോലെ നമ്മൾ ഇപ്പോൾ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ പിവറ്റ് പോയിൻ്റായിട്ട് നിൽക്കുക 24,580 ആണ്. അതിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവലുകൾ 24,691, 24,980, 25,251, 25,591, 25,965 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം 24,580ക്ക് താഴെ സപ്പോർട്ട് ലെവലുകളായിരിക്കുക 24,368, 23,968, 23,757, 23,416, 23,189, 22,702 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കൊരു വീക്ക്ലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 25,591ഉം ലോവർ റേഞ്ച് 23,757 ആയിരിക്കും. അതേസമയം പിവറ്റ് പോയിൻ്റായിട്ട് നിൽക്കുക 24,580 ആയിരിക്കും. അടുത്ത നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കിടക്കാം. നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ് ആണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 818 അടുത്താണ്. വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡിൻ്റെ ഇതിന് മുകളിൽ ഒരു അടുത്ത റെസിസ്റ്റൻസ് 916 ലെവലാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ടുള്ള വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ് അടുത്ത ദിവസങ്ങളിൽ ഒരു 916 എന്നുള്ള ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗോദാവരി പവറാണ്. ഈ സ്റ്റോക്ക് ഒരു 233 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 256 ആണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് ഗോദാവരി പവറാണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ PG ഇലക്ട്രോപ്ലാസ്റ്റ്, HEG, ടൈം ടെക്നോപ്ലാസ്റ്റ്, അരവിന്ദ്, അതുപോലെ തന്നെ വിപ്രോ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും ഒരു പോസിറ്റീവ് ബ്രേക്ക്ഔട്ട് ഉള്ളതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ നമുക്ക് അടുത്ത ആഴ്ചയിൽ ഒരു വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.